നമ്മുടെ ബീഫ് ഇങ്ങനെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഞാനത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് എടുക്കുക. അന്നേരത്തേന് നമുക്ക് ഇതിൻ്റെ ബാക്കി സാധനങ്ങൾ റെഡിയാക്കാമേ. ഉള്ളിയൊക്കെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. കുറച്ച് ഇഞ്ചിയുണ്ട്, പച്ചമുളകുണ്ട്, വെളുത്തുള്ളിയുണ്ട്. ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തിടുക. പിന്നെ ഇതത്രയും സാധനങ്ങൾ ചേർത്താണ് ഞാൻ ബീഫ് വെക്കുന്നത്. തക്കാളി ഒന്നും ഇടൂലേ. റെഡിയാക്കാൻ വേണ്ടി ഞാനില്ലേ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. കുക്കറിലാണ് വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ കുക്കറിലേക്ക് ഇത്ര എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് പെരുംജീരകവും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം പൊട്ടിയിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. വന്നിട്ടുണ്ട്. എല്ലാം പൊടിച്ചെടുക്കുന്നു. കൂടിയിട്ട് ഇറക്കി കൊടുക്കാണ്. ഞാൻ ബീഫിനകത്ത് ഉപ്പ് വരട്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉപ്പ് അതിനിടില്ല. അപ്പോൾ ഇതൊന്നും നന്നായിട്ട് വഴന്നിട്ട് വരുന്നതാണ് ബീഫ് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നത്. ബീഫ് ഞാൻ ഇരട്ടി റെസ്റ്റിന് വെച്ചിട്ടുണ്ട്. മസാലപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഇത് നമ്മൾ നല്ല ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പം നമ്മളെന്തായാലും ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് ഗരം മസാല കൂട്ടും. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ഇടുവാണേ. ബാക്കി മസാലകളൊക്കെ ഞാൻ ആ ബീഫിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. പുരട്ടിയതുകൊണ്ട് ഞാൻ കുറച്ച് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുള്ളേ. കാരണം ഇതിന് ഒത്തിരി ഗ്രേവി വേണ്ട. കുറച്ച് ഡ്രൈ ആക്കിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോഴത്തേക്കും ഒരുപാട് പൊടി വേണ്ട. ഇങ്ങനെ കുറച്ച് ബീഫിൻ്റെ ഞാനിങ്ങനെ എന്താ പറയുക, നമ്മളിവിടെ ഇടിച്ച് പൊടിച്ച് വെച്ചേക്കുന്ന ഗരം മസാലപ്പൊടിയൊക്കെയാണ് കൂട്ടാണ്. അതൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് കാശ്മീരി ചില്ലി നമ്മൾ ഇത് പുരട്ടി വെച്ചിരിക്കുന്നതിനകത്ത് നമ്മളെല്ലാം ചേർത്താണ് പുരട്ടി വെച്ചേക്കുന്നത്. എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മുളക് പൊടിയും ഗരം മസാലയും കുറച്ച് ഇത്തിരി പോലും മല്ലിപ്പൊടിയും കൂടെ ചേർത്താണ് നമ്മൾ പുരട്ടി വെച്ചേക്കുന്നത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മളത് പുരട്ടി വെച്ചത്. കുറച്ച് നാരങ്ങ നീരും എല്ലാം കൂടി ചേർത്തിട്ടാണ് ഞാൻ ബീഫ് പുരട്ടി റെസ്റ്റിന് വെച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കുറച്ചേ ചേർക്കുന്നുള്ളൂ. ബാക്കി എൻ്റെ അകത്ത് ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 3-5 വിസിലോളം വേണം. കാരണം ഈ ബീഫിന് കുറച്ച് വേവുണ്ട്. അപ്പോൾ ഞാനിതൊരു 5 വിസിൽ വെക്കും. അപ്പം നമുക്കിത് അടച്ചു കൊടുക്കാമേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകയും ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. കൂട്ടത്തിൽ ബെൽ ബട്ടണും കൂടെ അമർത്താൻ മറക്കരുതേ. ഒട്ടും അങ്ങനെ വെള്ളം ഒഴിച്ചിരുന്നില്ല കേട്ടോ. പക്ഷെ അതിലൊന്ന് ആ വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പം നമുക്കതെല്ലാം പറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ബീഫ് ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും അധികം ഒഴിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ വെള്ളം അതിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പം ഈ വെള്ളമെല്ലാം ഇനി പറ്റിച്ചെടുക്കണം. വെള്ളമല്ല, അതിൻ്റെ ഗ്രേവി. നമ്മുടെ ബീഫ് ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ബീഫ് ഇങ്ങനെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് സൺഡേ അല്ലേ. അപ്പോൾ ഞങ്ങളുടെ മേഡമൊക്കെ ഇവിടെ ഭക്ഷണം കഴിക്കാനുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറച്ച് എരി കുറച്ച്. അവരൊക്കെ എരി തീരെയും കുറവാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പം നമുക്കാണെങ്കിൽ നമ്മൾ നന്നായിട്ട് എരിയൊക്കെ കഴിക്കും. അപ്പോൾ എന്താ പറയുക, അപ്പോൾ എരി ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഇതിൻ്റെ കുറച്ച് ഗ്രേവി ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ എന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിയേക്കണേ.